ഹായ്, എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തൊട്ട് മുമ്പായിട്ട് ടൊയോട്ടയുടെ ഏകദേശ വാഹനങ്ങളൊക്കെ നമ്മളെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പാർട്ട് 2 ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് എല്ലാ സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മളെ കറന്റ് ലൊക്കേഷൻ ഒന്ന് ആദ്യം പരിചയപ്പെടാം. നമ്മൾ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് മഞ്ചേരി റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് ഷോറൂം വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 2018 മോഡല് ബ്രെസയാണ് കേട്ടോ. മാനുവലിൽ വരുന്നതാണ്. 1,10,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം കൂടിയാണ്. VDI ഓപ്ഷൻ ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം ഹൈ ക്വാളിറ്റി തന്നെയാണ്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇതിന്റെ സീറ്റ് ആണെന്നുണ്ടെങ്കിലും ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്രയും നീറ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഈ ഒരു വാഹനം റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം കൂടിയാണ്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 2018 മോഡൽ തന്നെയാണ് ഈ ഒരു വാഹനവും വരുന്നത്. ഓട്ടോമാറ്റിക്കിൽ വരുന്ന വാഹനമാണ് കേട്ടോ. ZDI ആണ് ഓപ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം നല്ല നീറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഡീസൽ ആണ് കേട്ടോ ഈ ഒരു വാഹനം വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയറും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന് പറഞ്ഞു. എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാറ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. എക്സ്ട്രാ നല്ല ക്വാളിറ്റി മാറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് കേട്ടോ. പിന്നെ ZDI ആയതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങൾ ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഈ ഒരു വാഹനം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറും കൂടിയാണ്. അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ കമ്പനി അലോയി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ്. അടുത്തതായിട്ട് വീണ്ടും നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രെസ തന്നെയാണ്. 2017 മോഡൽ തന്നെയാണ് ഈ ഒരു വാഹനവും വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഡീസൽ തന്നെയാണ്. മാനുവൽ ആണ് കേട്ടോ ഈ ഒരു വാഹനം വരുന്നത്. 1,27,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ നമുക്കൊന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അതുപോലെ തന്നെ മാറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ZDI പ്ലസ് വേരിയന്റിൽ വരുന്നതുകൊണ്ട് തന്നെ ഇതിനും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഹൈ ക്വാളിറ്റി തന്നെയാണ്. ഹൈ ക്വാളിറ്റിയാണ് ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റിറ്റ്സ് ആണ് കേട്ടോ. ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. 2012 മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത്. 1,07,000 കിലോമീറ്റർ ആണ് കേട്ടോ ഓടിയിട്ടുള്ളത്. ZDI ഓപ്ഷൻ ആണ് വരുന്നത്. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറും ഹൈ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. അതായത് എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അതുപോലെ തന്നെ കമ്പനി സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വാഹനം വരുന്നത് ഡീസലാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടാറ്റയുടെ നെക്സോൺ ആണ്. 2019 മോഡലാണ് കേട്ടോ ഈ ഒരു വാഹനം വരുന്നത്. വെറും 72,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ്. XM വേരിയന്റ് ആണ് വരുന്നത്. ഈ ഒരു വാഹനത്തിന്റെയും ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ഹൈ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ഒന്ന് കണ്ടു നോക്കാം. ഇന്റീരിയർ ഒക്കെ ഹൈ ക്വാളിറ്റി തന്നെയാണ്. എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അതുപോലെ തന്നെ ഇതിലും സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഈ ഒരു വാഹനവും ഡീസൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ മാനുവൽ ആണ് കേട്ടോ. അടുത്തത് നമ്മൾ ടാറ്റന്റെ വാഹനം തന്നെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അൾട്രോസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. 2021 മോഡലിൽ വരുന്ന ഒരു വാഹനമാണ്. പെട്രോൾ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം ഹൈ ക്വാളിറ്റി തന്നെയാണ്. അതോടൊപ്പം തന്നെ ലോ കിലോമീറ്റർ വാഹനം കൂടിയാണ് കേട്ടോ. വെറും 17,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വാഹനത്തിന്റെയും ഇന്റീരിയർ കണ്ടു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയും നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ഇൻഫോർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോളും ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം കൂടിയാണ്. അപ്പൊ അടുത്തതായിട്ട് വീണ്ടും നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ടാറ്റയുടെ തന്നെ വൈറ്റ് കളറിൽ വരുന്ന അൾട്രോസ് ആണ്. ഇതും 2021 മോഡലിനെയാണ് ഈ ഒരു വാഹനം വരുന്നത്. 19,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം തന്നെയാണ് കേട്ടോ. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം.
ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ നല്ല നീറ്റ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല നീറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം പെട്രോളിൽ വരുന്ന വാഹനം കൂടിയാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിസാന്റെ മൈക്രയാണ്. 2017 മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത്. വെറും 73,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന എക്സൽ വേരിയന്റിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനത്തിന്റെയും ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്റീരിയർ ഹൈ ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അത്യാവശ്യം ഹൈ ക്വാളിറ്റി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നുള്ളത്. എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനവും പെട്രോൾ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 7 സീറ്റർ വാഹനമാണ്. എർട്ടിഗയാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു വാഹനം 2012 മോഡലാണ് വരുന്നത്. വെറും 98,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൊയോട്ടയുടെ എത്തിയോസ് ആണ്. 2018 മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത്. റീ രജിസ്ട്രേഷൻ വാഹനം കൂടിയാണ് കേട്ടോ. ഈ ഒരു വാഹനം വരുന്നത് 1,32,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന്റെയും ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ എക്സ്ട്രാ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനവും സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. GD വേരിയന്റിൽ ഡീസലിൽ വരുന്ന വാഹനം കൂടിയാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു റീ രജിസ്ട്രേഷൻ വാഹനമാണ് എന്നുള്ളത്. കർണാടക രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. ഇത് നമ്മൾ നമ്പർ ആക്കി കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ബ്രസയും അതുപോലെ തന്നെ റീ രജിസ്ട്രേഷൻ വാഹനമായിരുന്നു. അതും നമ്മൾ നമ്പർ ആക്കി കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ഇത്രയും വാഹനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ പ്രൈസും മറ്റു വിവരങ്ങളൊക്കെ അറിയാനായിട്ട് ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മളൊരു ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും 99 ദിവസത്തെ ഗിവ് അവേ ആയിരുന്നു. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാവും. നമ്മൾ 300K ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ബെൻസ് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി 300K ഫോളോവേഴ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും 2 ലക്ഷം രൂപ വരുന്ന ഏത് കാറ് നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗിവന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. നമ്മൾ ആ ഒരു വീഡിയോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വെറും 99 ദിവസത്തെ ഗിവ് അവേ ആയിരുന്നു എന്നുള്ളത്. ഇനി വെറും 44 ദിവസം മാത്രമേ നമ്മളെ ഗിവ് അവേക്ക് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ വെഹിക്കിളിന്റെയും അപ്ഡേഷൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റ് ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം.